ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, നമ്മൾ ഒരിക്കൽ ഡൊമിനിയൻ ഓഫ് ഡാർക്ക്നെസ്സിലായിരുന്നു. പിശാചിൻ്റെ പിടിയിൽ, പിശാചിന് താളത്തിനൊത്ത് തുള്ളിക്കൊണ്ട് ഇരുന്ന വ്യക്തികൾ, അല്ലെ? പിശാചിന് ട്യൂണിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ, ഡാർക്ക്നെസ്സിൻ്റെ ഡൊമിനിയൻ ആയിരുന്ന വ്യക്തികൾ. പക്ഷെ ഇന്ന് നമ്മളെ സ്വന്തം പുത്രന്മാരാക്കിയിരിക്കുകയാണ് പിതാവ്, സ്വന്തം മകനായിട്ടുള്ള യേശുക്രിസ്തു വഴി. ദൈവത്തിന്റെ കിങ്ഡത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിൽ, ദൈവത്തിന്റെ കിങ്ഡത്തിലുള്ള വ്യക്തികളാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ എന്താ പറയാ, റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിൾസും എല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ, അല്ലെ, അത് കാണിക്കുന്നത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിൽ എന്ന. നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ പെരുമാറ്റം, മറ്റുള്ളവരുടെ പെരുമാറ്റം, നമ്മുടെ ചർച്ചിൽ ഉള്ള ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ രീതികൾ, അതെല്ലാം കാണിക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും, അല്ലെ? ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ, സമാധാനം ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തികളല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല അതുപോലെ ആയിരിക്കും, അല്ലെ? കുറെയൊക്കെ നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും, പക്ഷെ എന്നാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ പുറത്തു വന്നിരിക്കും. അപ്പോൾ നമ്മൾ വലിയ സ്പിരിച്വൽ ആൾക്കാരെന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ, എത്രമാത്രം സ്പിരിച്വൽ ആയിട്ട് ആൾക്കാർ ആണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കേണ്ടതാണ്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങയുടെ കൃപ പോലെ ഒരു കൃപയുമില്ല. കർത്താവെ, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ തേടിയെത്തിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ടാണ് കൃപ കൊണ്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരു കാലത്ത് മരിച്ചവരായിരുന്നു ഞങ്ങളുടെ പാപത്തില് കർത്താവ്. പക്ഷെ അവിടെ നിന്നെല്ലാം ഞങ്ങൾക്ക് പുതിയ ജീവൻ തന്നുകൊണ്ട് ഒരു പുതിയ ജീവനിലേക്ക്, യേശുവിലുള്ള ജീവനിലേക്ക് മാത്രമല്ല അനുഗ്രഹത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കാൻ നന്ദി പറഞ്ഞു. കർത്താവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഓ ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ, അങ്ങയിൽ ബേസ്ഡ് ആയിട്ടുള്ള, അങ്ങയുടെ കിങ്ഡത്തിന്റെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ആയിട്ടുള്ള ജീവിതമായിരിക്കട്ടെ ഞങ്ങൾ ജീവിക്കുന്നത്. താങ്ക് യു മൈറ്റി കിങ്. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് റോമക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. റോമക്കെഴുതിയ ലേഖനത്തിന്റെ 14-ാമത്തെ ചാപ്റ്റർ 14 തൊട്ട് 19 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കുക. റോമറിന്റെ 14-ന്റെ 14 തൊട്ട് 19 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പെട്ടെന്നൊന്ന് വായിക്കുക. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇത് പോൾ വഴി റോമക്കെഴുതിയ ലേഖനം ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്: യാതൊന്നും സ്വതവേ മലിനമല്ല എന്നും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനം എന്ന് എണ്ണുന്നവന് മാത്രമേ അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. അപ്പൊ ദൈവത്തിന്റെ പ്രീതി വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നാണ് നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നീതിയും ന്യായമുള്ള വ്യക്തികളായിരിക്കുക, സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കും. മത്തായി സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ യേശുക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നീതിവാന്മാര് എങ്ങനെയായിരിക്കും, അല്ലെ? സമാധാന പ്രിയമുള്ളവര്, അല്ലെ? ദൈവത്തിന്റെ മക്കളെന്നവര്, സമാധാനം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ മക്കളെന്നറിയപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരും നീതിക്കായിട്ട് ദാഹിക്കുന്നവരും, അല്ലെ, പ്യുവറായിട്ട് ഹാർട്ട് ഉള്ളവരും മീക്കായിട്ടുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ആകുന്നതിന് വേണ്ടിയാ. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ പറ്റിയുള്ളത്. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ തത്വങ്ങൾ അതാണ്. അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്റർ എടുത്ത് വായിക്കാൻ നമുക്കറിയാൻ പറ്റും, ദൈവം പോൾ വഴി നമ്മളോട് സംസാരിക്കുമല്ലേ. നമ്മള് കുറച്ചു പേരെങ്കിലൊക്കെ യേശുക്രിസ്തുവിൽ കുറച്ചൊക്കെ വളരെയധികം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ നമ്മള് വളർന്ന വ്യക്തികളായിരിക്കാം. ചിലര് നമ്മുടെ
ക്രിസ്ത്യൻസ് അല്ലെ, ദൈവത്തിന്റെ മക്കള് ചിലരെങ്കിലും ദൈവത്തിൽ അത്രയ്ക്കധികം വളർന്നിട്ടില്ലാത്ത വ്യക്തികളായിരിക്കാം. അപ്പോ നമ്മള് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം അല്ലെ. പക്ഷെ അപ്പൊ ഒരിക്കൽ പോലും ദൈവം പറയുന്നത് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്താ പറയാ എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു ജീവിതത്തെ പറ്റി ദൈവം ഒരിക്കൽ പോലും പറയുന്നില്ല. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 17ാമത്തെ വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം മാത്രം അല്ലെ. അപ്പൊ അതാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നേരത്തെ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ചിലർക്ക് എന്താ പറയാ ചില ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം അല്ലെ, മാംസാഹാരങ്ങൾ കഴിക്കുന്നത് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമായിരിക്കത്തില്ല. ചിലർക്കെന്നാ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന താല്പര്യം, ചില ആൾക്കാർക്ക് ചില ദിവസങ്ങൾ വലിയ ഹോളി ആയിട്ടുള്ള ദിവസങ്ങളായിട്ട് തോന്നും, ചിലർക്ക് എല്ലാ ദിവസവും ഹോളിയാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം ബേസ്ഡ് ആയിട്ടുള്ള ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അപ്പൊ ആരും നമ്മൾ അങ്ങോട്ട് കൊണ്ട് കുറ്റപ്പെടുത്താനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും പോകരുത്. കാര്യം എന്ന് വെച്ചാല് ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യവുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം യേശുക്രിസ്തു അവരെ സ്വീകരിച്ചതാണ്, എല്ലാവരെയും സ്വീകരിച്ചതാണ്. അപ്പൊ നമ്മൾ വീണാലും നിന്നാലും അത് യേശുവിനാണ്, നമ്മളെ നിർത്താനുള്ള കഴിവ് യേശുവിനുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ മലിനമായിട്ട് തോന്നും, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല അല്ലെ. ഒരു ഭക്ഷണവും മലിനമല്ല യേശുവിൽ എന്നാണ് ഇവിടെ പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ കിങ്ഡം പ്രിൻസിപ്പിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ ഭക്ഷണം നിമിത്തം 15ാമത്തെ വാക്ക് നമ്മുടെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹം പ്രകാരമല്ല നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു അവൻ എന്നിട്ട് ഭക്ഷണം കൊണ്ട് നശിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ റോമൻ തന്നെ സോറി 1 കൊരിന്ത്യർ 8 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അറിയാം വിഗ്രഹങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ലെന്നുള്ള കാര്യം അറിയാം. അപ്പൊ വിഗ്രഹാർപ്പിതമായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്ക് അതൊന്നും വലിയ കാര്യമില്ല, യേശുവിൽ വളർന്നിരിക്കുന്ന വ്യക്തികൾക്ക് അത് കാര്യമില്ല, നന്ദി പറഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ചില സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല അല്ലെ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാലും എന്തൊക്കെയോ കാര്യങ്ങളാണെന്നും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് ഒരു തുല്യമാണെന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്കൊക്കെ ഒരു മനസ്സുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയാ ദൈവത്തിൽ വളർന്ന വ്യക്തികൾ വിഗ്രഹാർപ്പിതമായിട്ടുള്ള ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ മറ്റു ദൈവത്തിൽ വളരാതിരിക്കുന്ന വ്യക്തികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അത് തന്നെയല്ല അർപ്പിതമായിട്ടുള്ള ഭക്ഷണത്തെ പറ്റിയല്ല പറഞ്ഞു, ഏത് തരത്തിലുള്ള ഭക്ഷണം ആയിക്കോട്ടെ അല്ലെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ജീവിതത്തില് ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയല്ല, നമ്മളുടെ എന്താ പറയണ രീതികൾ അല്ലെ, കിങ്ഡത്തിന് ബേസ്ഡ് ആയിരിക്കുന്ന രീതി ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളിപ്പോ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മളുടെ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇപ്പൊ നമ്മളത് നമ്മളുടെ വിശ്വാസം നമ്മൾ പുറത്തിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എക്സസൈസ് ചെയ്ത് കാണിക്കുമ്പോ അത് ചിലർക്കെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ അതോടെ സ്നേഹമില്ലാഴികയാണ് കാണിക്കുന്നത്, നമ്മുടെ പക്കത്തു നിന്ന് സ്നേഹമില്ലാഴികയാണ് കാണിക്കുന്നത് പറഞ്ഞു. 22ാമത്തെ വാക്കെന്ന് പറഞ്ഞിരിക്കുക, നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ, താൻ സ്വീകരിക്കുന്നതിൽ താൻ വിധിക്കാത്തവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മൾക്ക് നമ്മളെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മളെ തന്നെ വിധിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമല്ലോ. അപ്പൊ നമ്മൾക്ക് വിശ്വാസമുണ്ട്, നമ്മൾ മെച്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ അത് ദൈവം നമ്മളും തമ്മിൽ മാത്രം പറഞ്ഞ് നമ്മൾക്ക് അവിടെ പ്രകടിപ്പിക്കേണ്ട കാര്യം ദൈവം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അല്ലെ. അല്ലാതെ എല്ലാവരെയും എല്ലാവരുടെ മുമ്പിൽ ഞാൻ വലിയ വിശ്വാസം, ഞാൻ വലിയ സ്പിരിച്വൽ അതൊന്നും കാണിക്കാൻ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കും അല്ലെ. സ്നേഹത്തിനായിരിക്കട്ടെ മുൻകൂട്ട് കൊടുക്കുക. ദൈവം അങ്ങനെ തന്നെ പറഞ്ഞു, യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു, നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ലോകത്തെ സ്നേഹിക്കുന്ന കാര്യത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 17ാമത്തെ വാക്കാണ് എനിക്കിത് പറയാനുള്ളത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമില്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അത്രേ. അപ്പൊ ദൈവരാജ്യം ഇതാണ് അല്ലെ. ഒരു കാലത്ത് നമ്മൾ ദൈവരാജ്യത്തിന്റെ പാട്ടായിരുന്നില്ല, നമ്മൾ നമ്മുടെ പാപത്തിൽ വീണു പോരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക ദൈവം തന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ദൈവത്തിന് മക്കളാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ദൈവം ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം, ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കണം നമ്മള് ബിഹേവ് ചെയ്യണം, നമ്മൾ ആയിരിക്കേണ്ടത് എന്നതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുക.
അപ്പൊ ദൈവരാജ്യം എന്ന് പറയുമ്പോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് അല്ലെ. അപ്പൊ നീതി ദൈവത്തിൽ നിന്ന് വരുന്ന നീതി, സമാധാനം നമ്മൾ ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. അത് അപ്പൊ ആ സമാധാനം സന്തോഷത്തിലേക്ക് നയിക്കുന്നു പരിശുദ്ധാത്മാവിൽ. അപ്പൊ നമുക്കറിയാം ഇന്ന് ലോർഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയപ്പെടുന്ന ആരാണ്? ഒന്നാമത് ഹോളി സ്പിരിറ്റ് ഗോഡ് സീലായിട്ടുള്ള വ്യക്തികൾ. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ. അപ്പൊ റോമകത്തിലായ 8ാമത്തെ ചാപ്റ്റർ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു കണ്ടംനേഷൻ ഇല്ല യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ കൺട്രോൾ, ജീവിതത്തിന്റെ കൺട്രോൾ മൊത്തം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചലിക്കാതിരിക്കുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തികൾ, അവര് ജീവിക്കുന്ന ദൈവത്തിന്റെ നീതിയിലും ന്യായത്തിലുമാണ്. അപ്പൊ ദൈവത്തിന്റെ നീതിയിൽ ആ ദൈവത്തിന്റെ നീതിയാണ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസിലാണ് ഫുൾനെസ് ഓഫ് എന്താ പറയുക ജോയ് ഉള്ളത്, പീസ്, സമാധാനം ഉള്ളത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സമാധാനം വന്ന് കഴിയുമ്പോഴേക്കും എന്താ പറയാ ഓട്ടോമാറ്റിക്കൽ സന്തോഷം വരും. അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എന്താണോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ, അതിന്റെ ഒരു പ്രതിഫലനം പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കില്, നമ്മുടെ ഉള്ളിൽ എന്താ പറയുക സന്തോഷം ഉണ്ടെങ്കില് നമ്മൾ അതുപോലെയായിരിക്കും പുറത്തുള്ളവരോട് പെരുമാറുന്നത്, സമാധാനത്തെ സന്തോഷത്തോടെ പെരുമാറുന്നത് അല്ലെ. നമ്മൾക്ക് ആ സമാധാന സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതിയിൽ വർക്ക് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. നമ്മുടെ ഉള്ളിൽ സമാധാന സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ കാര്യങ്ങൾ പുറത്തും ചെയ്യുന്നത് അല്ലെ. കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും, ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കും, ഞാൻ വലിയ സ്പിരിച്വൽ മച്യൂർ ആയിട്ടുള്ള ആളാന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ ഭയങ്കര ആത്മീയനാന്ന് കാണിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നു അല്ലെ. പറയുന്ന ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്ന വേറൊന്നായിരിക്കും, മറ്റുള്ളവർ കുറ്റം കണ്ടെത്തുന്നു അല്ലെ, മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനമില്ല, നമ്മുടെ ഉള്ളിലോട്ട് സന്തോഷവുമില്ല, ഭയങ്കര കയ്പും വെറുപ്പുമാണ്. അപ്പൊ അതാണ് പുറത്തേക്ക് വരുന്നത് അല്ലെ. എത്രനാൾ നമുക്ക് അഭിനയിക്കാൻ പറ്റും അല്ലെ, കുറച്ച് നാളൊക്കെ അഭിനയിച്ച് നിൽക്കാൻ പറ്റും, പക്ഷെ എല്ലാ ദിവസവും നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറെ ദിവസം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആദ്യം കുറച്ച് അഭിനയിച്ചാലും പിന്നെ ഓട്ടോമാറ്റിക്കലി ഉള്ളിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നു അതുപോലെ തന്നെ പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ, നമുക്ക് സന്തോഷമില്ല എങ്കിൽ അപ്പം വിചാരിച്ചോണ്ടാൽ മതി ദൈവത്തിന്റെ രാജ്യം എന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നില്ല അല്ലെ. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ രാജ്യം വർക്ക് ചെയ്യുന്നില്ലേ, നമ്മളുടെയൊക്കെ പുറമെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊന്നും ദൈവത്തിന്റെ രാജ്യം നമ്മളായിട്ട് സൃഷ്ടിക്കുന്നില്ല. അപ്പൊ ഒരു കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ വിചാരിച്ചാൽ ദൈവത്തിന്റെ രാജ്യം അവിടെ വർക്ക് ചെയ്യുന്നില്ല, ദൈവത്തിന്റെ രാജ്യത്തിലല്ല ഈ കുടുംബം നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ വിചാരിച്ചാൽ ദൈവത്തിന്റെ രാജ്യമില്ല ആ വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെ. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ഉണ്ടാകാനുള്ള നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള ഫസ്റ്റ് കാര്യം ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞ നീതി അല്ലെ. ദൈവത്തിന്റെ നീതിയെ പറ്റി, നമ്മുടെ നീതിയല്ല. നമ്മുടെ നീതി എന്ന് പറഞ്ഞാൽ പഴയ തുണി അല്ലെ പോലെ പറഞ്ഞിരിക്കുന്നത്, ഫിൽത്തി റാഗ് പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്, വൃത്തികെട്ട തുണി പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ നീതി അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നീതി ഇല്ലായ്മ, ദൈവത്തിന്റെ നീതിയിലല്ല നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിൽ അല്ലെ, അവിടെയാണ് സന്തോഷ സമാധാനം ഇല്ലായിരിക്കും. ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ആകാതിരിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ഉള്ളപ്പോഴാണ് അല്ലെ. പാപം ഉള്ളപ്പം ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കത്തില്ല, ദൈവമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിരിക്കും, നമ്മള് അകലത്തിലായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ആ ദൈവത്തിന്റെ നീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ പാപമുള്ളപ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ പാപമുണ്ടോ എന്ന് നമ്മൾ തന്നെ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മള് കർത്തൃമേശയൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ശോചന ചെയ്തിട്ടല്ലേ, നമ്മളൊന്ന് തന്നെ ഒന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളൊന്ന് പരിശോധിച്ച് നോക്കട്ടെ, എന്തെങ്കിലും പാവങ്ങളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട്, അതിനൊക്കെ ക്ഷമ ചോദിച്ചു അല്ലെ. ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സമാധാനം, സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കൽ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. ദൈവത്തിന്റെ നീതിയിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ കരുണയിൽ, ദൈവത്തിന്റെ കൃപയിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്റെ ഭക്ഷണം, എനിക്ക് വലിയ എന്താ പറയുക
സ്പിരിച്വൽ മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്. എനിക്ക് ഇതൊന്നും ഭക്ഷണമൊന്നും കഴിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ല ഞാനിപ്പോ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല. ഓ ഞാൻ വലിയ വിശ്വാസിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കത്തില്ല. ദൈവത്തിന്റെ നീതിയിലും ന്യായത്തിലും ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, ദൈവത്തെ സമാധാനത്തിൽ സന്തോഷം ഉള്ളുള്ള വ്യക്തികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് അല്ലെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണമാണെങ്കിൽ എന്ത് ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിക്കോട്ടെ, അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനായിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അല്ലെ. അവര് എന്നെപ്പോലെ തന്നെ അവരും വളർന്നു വരണം ദൈവത്തിൽ. അവരും ദൈവത്തിന്റെ സ്നേഹവും സന്തോഷം അറിഞ്ഞ് വരുന്ന വ്യക്തികളായിരിക്കും. ഞാനും ഒരു കാലത്ത് അധികം മെച്യൂരിറ്റി ഒന്നും ഇല്ലാതെ അധികം എന്താ പറയാ വളർന്നിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ വളർന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ എന്നിൽ കൂടെ കാണിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് വരും അല്ലെ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് നീതിയില്ലെങ്കില്, നീതിയിലല്ല ജീവിക്കുന്നത്, ഹോളിസ്പിരിറ്റ് ഗോഡ്ലാൻ നയിക്കപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു അങ്ങനെ തന്നെയായിരിക്കും. ഓ ഞാനെന്തിനാ ഇങ്ങനെ വിചാരിക്കും, ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നത്, ഞാൻ റൈച്ചസാ അല്ലെ, എനിക്ക് നീതിയൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ ദേ ഇപ്പം എന്റേതായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്ത് മറ്റുള്ളവർക്ക് അവരവരുടെ കാര്യം നോക്കി പോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറും അല്ലെ. അപ്പോ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലും പാനീയത്തിലും ഒന്നുമല്ല അല്ലെ. അത് തന്നെയല്ല, ഭക്ഷണത്തിന്റെ പാനീയത്തിന്റെ കാര്യത്തിൽ തന്നെ പറ്റി തന്നെയല്ലേ പറയുന്നത്. നമ്മൾ ഉടുക്കുന്ന ഡ്രസ്സിന്റെ മഹിമയിലോ അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ മഹിമയിലോ നമ്മുടെ ജോലിന്റെ മഹിമയിലോ അതിലൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എന്താ പറയാ രാജ്യം എന്ന് പറഞ്ഞാൽ നീതിയിലും സമാധാനം പരിശുദ്ധാത്മാവിലും ലുള്ള സന്തോഷത്തിലും അത്ര അല്ലെ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തികള് അല്ലെ. 19ാമത്തെ വാക്ക് പറയാം, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. അപ്പൊ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികള് പരസ്പര സമാധാനത്തിനും ആത്മീയ വർധനയ്ക്കുള്ള കാര്യങ്ങൾ നോക്കത്തുള്ളൂ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പോകത്തില്ല. മറ്റുള്ളവർ എത്ര ചെറുതാണെങ്കിലും അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയും അല്ലെ എന്താ പറയുക പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം ആയിരിക്കും അല്ലെ. അതൊന്നും ഇല്ലാതിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വേറെയാണ് അല്ലെ. പുറമേ കാണുമ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ പോലും കൈയടിച്ച് നമ്മൾ പാട്ടുപാടുക അന്യഭാഷ സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമില്ലെങ്കിൽ അത് കാണിക്കാൻ നമ്മുടെ ഉള്ളില് ദൈവരാജ്യമില്ല. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് ദൈവരാജ്യമില്ല എന്നാ കാണിക്കുന്നത്. അപ്പൊ ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, പാപത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മള് ലോകത്തിലേക്ക് ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കാം അല്ലെ. ദൈവരാജ്യത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, ദൈവരാജ്യത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ഉള്ളിന്റെ ഉള്ളിലുള്ള വ്യക്തികൾ ദൈവരാജ്യത്തിൽ വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം നമുക്കല്ലെ. നമ്മൾ വഴി ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിൽ സ്പ്രെഡ് ചെയ്യട്ടെ. അപ്പോൾ എന്നും നമ്മുടെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ദൈവമേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നോട് പറയണേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. എല്ലാ കാര്യത്തിനും എന്നും ക്ഷമ ചോദിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെ. മാനസാന്തരമുള്ള ഹൃദയമുള്ള വ്യക്തികളായിരിക്കാം. ദൈവത്തിന്റെ കരുണ നമ്മളെ തേടിയെത്തുന്നെന്നും ദൈവത്തിന്റെ കരുണ നമ്മളെ എപ്പോഴും എന്താ പറയുന്നത് നന്മയിലേക്കാണ് നയിക്കുന്നത്. ദൈവത്തിന്റെ കരുണ നമ്മളെ റിപ്പനൻസിലേക്കാണ് നയിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ അതെല്ലാത്തിനും എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നീതിയിലും ന്യായത്തിലും ജീവിക്കുന്ന വ്യക്തികൾ, ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എല്ലാരെയും അങ്ങോട്ട് അകമഴിഞ്ഞ് അങ്ങോട്ട് സ്വീകരിക്കുന്ന വ്യക്തികളായിരിക്കണം, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനെ ദൈവം പറയുന്നത് ദൈവത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം, ദൈവത്തിന്റെ ന്യായത്തിനും നീതിക്കും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഒരു കൾച്ചറൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനെയും അല്ലെ സ്വീകരിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെ, എന്ത് മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്താലും അതിനെല്ലാത്തിനും സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം ഇപ്പൊ ലോകത്ത് കാണുന്നു. പക്ഷെ അതിനെപ്പറ്റിയല്ല ദൈവം പറഞ്ഞത്. അങ്ങനെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ, ദൈവത്തിന്റെ
എന്താ സിംഹാസനത്തിൽ ദൈവത്തിന്റെ ന്യായത്തിലും നീതിയിലും ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ താങ്ക് യു ജീസസ്. അങ്ങനെ പോലെ ഒരു ദൈവമില്ല, അങ്ങയുടെ കൃപ പോലത്തെ ഒരു കൃപയുമില്ല. ഓ ഗോഡ് ഓൾമൈറ്റി, ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. ലെറ്റ് യുവർ കിങ്ഡം കം മൈറ്റി ഫാദർ. അങ്ങയുടെ കിങ്ഡം വരട്ടെ, അങ്ങയുടെ ഹിതം ഈ ലോകത്തിലും അതുപോലെ തന്നെ നിറവേറട്ടെ കർത്താവ് യേശുവിൻ നാമത്തിൽ. എന്ന് കേട്ട നന്ദി, ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.